വീണ്ടും ചെറിയൊരു തർക്കം ഉണ്ടായിട്ടുണ്ട്. UDF-ന്റെ പ്രവർത്തകരും LDF-ന്റെ പ്രവർത്തകരും BJP-യുടെ പ്രവർത്തകരും ഉണ്ട്. BJP പ്രവർത്തകർ നേരത്തെ രാഹുൽ മാങ്കുടത്തിനെ തടയാൻ ശ്രമിച്ചത്. പിന്നെ അതേസമയം അദ്ദേഹം പിന്നെ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം പറയുന്ന വോട്ടർമാർക്ക് വോട്ട് ചെയ്യാന്നുള്ളതാണ്. അതൊരു പ്രശ്നമുണ്ടാക്കി തടസ്സപ്പെടുത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇവിടെ നിൽക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് മറുപടി പറയുകയും ചെയ്ത സമയം രാഹുൽ മാങ്കുടത്തിൽ ഇവിടുന്ന് പോകണം എന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിക്ക് എല്ലാ പോലീസ് സ്റ്റേഷനിലും നിൽക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ താനിവിടെ നിൽക്കും. ഈ വോട്ടർമാർക്ക് സുഗമമായി വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടേത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ വീണ്ടും തർക്കമുണ്ട്. ഇപ്പോൾ LDF പ്രവർത്തകർ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഒരു വശത്ത് BJP പ്രവർത്തകർ, മറുവശത്ത് UDF പ്രവർത്തകർ, അതിനപ്പുറത്ത് LDF പ്രവർത്തകർ, മൂന്ന് പാർട്ടിയുടെ പ്രവർത്തകരുടെ പോലീസും സംഭവ സ്ഥലത്തുണ്ട്. പ്രശ്നങ്ങൾ നിയന്ത്രണാധീനമാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. രാഹുൽ മാങ്കുടത്തിൽ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ തിരക്ക് വന്നാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അത് പരിഹരിക്കാൻ കൂടുതൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ സ്ഥാനാർത്ഥിയെ തടയാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇവിടെ പൊതുവെ ആളുകൾ സ്വീകരിക്കുന്നത്. അതേസമയം രാവിലെ ഈ അവസാന മണിക്കൂറിൽ ബൂത്തിൽ ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അവസാന മണിക്കൂറാണ് വോട്ടർമാർക്ക് എന്തെങ്കിലും സംഘർഷത്തിലേക്ക് പോലും ശരിയല്ലോ. ഞാൻ സംഘർഷത്തിനില്ലല്ലോ. സ്ഥാനാർത്ഥി നിൽക്കാൻ സ്ഥാനാർത്ഥികൾ ഒഴികെയുള്ള എല്ലാ ആൾക്കാരും പോകട്ടെ എന്നതിലേക്ക് ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾക്കൊപ്പം പിന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടി പിന്തുണക്കാരും കൂടെ വന്നുകൂടിയാണ് കുറച്ചൊരു. അതുകൊണ്ട് തന്നെ പോലീസ് സ്ഥാനാർത്ഥി ഒഴികെ ബാക്കി എല്ലാവരും, അതെല്ലാ BJP പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും എല്ലാവരും പുറത്തു പോകണം എന്ന നിലപാടിൽ എത്തിയിരിക്കുകയാണ്. ഇതുവരെ പക്ഷേ ഇന്ന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതേസമയം സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുടത്തിന് തടയാനുള്ള BJP പ്രവർത്തന ശ്രമം വലിയൊരു സംഘർഷത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വലിയ സംഘർഷമല്ല, ചെറിയൊരു തർക്കത്തിലേക്ക്, അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും പോലീസ് സ്ഥലത്തുണ്ട്. പോലീസ് എല്ലാവരെയും ഒഴിവാക്കിയാണ്. BJP പ്രവർത്തകർ പക്ഷേ പിന്മാറുന്നൊരു ഇത് കാണുന്നില്ല. അപ്പോൾ സ്ഥാനാർത്ഥി പോകാൻ പറഞ്ഞത് പോകാൻ കഴിയില്ല എന്ന നിലപാട് രാഹുൽ മാങ്കുടത്തിൽ നിൽക്കുകയാണ്. എല്ലാ പ്രവർത്തകരും BJP പ്രവർത്തകരും ഉൾപ്പെടെ എല്ലാവരും പുറത്തു പോവുക, സ്ഥാനാർത്ഥിയും വോട്ട് ചെയ്യാനുള്ള ആൾക്കാർ മാത്രം നിന്നാൽ മതി എന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും BJP പ്രവർത്തകർ പൂർണ്ണമായും ഒഴിഞ്ഞു മാറിയിട്ടില്ല. UDF പ്രവർത്തകർ LDF പ്രവർത്തകരൊക്കെ തന്നെയും ഇവിടെ ഉണ്ട്. വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് ശരിക്കും ഇവിടെ ശരിയാണ്. ഉണ്ണി